നമ്മുടെ കാന്തപുരം മുസ്ലിയാർ പോലും അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോ എന്ത്, അറേബ്യൻ മുശ്രിക്കുകൾക്ക് പോലും അള്ളാഹുവിനെ അറിയാമായിരുന്നു, അള്ളാഹുവാണ് എല്ലാം പടച്ചത് എന്നൊക്കെ അവരും വിശ്വസിച്ചിരുന്നു. പിന്നെ അവര് മുശ്രിക്കുകളായി പോകാൻ കാരണം എന്താ? അവരല്ലാഹനെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല. ഇത് തന്നെയാണ് നമ്മളും പറയുന്നത്. ആ ഭാഗം നിങ്ങൾ അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അബൂജഹലിന്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും. അതാണ് ഖുർആൻ പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ്സമാവാതി വൽ അർള ലയഖൂലുന്ന അല്ലാഹ്. ആകാശത്തെയും ഭൂമിയെയും പടച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മുശ്രിക്കീങ്ങൾ. അപ്പൊ അന്നത്തെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളായിരുന്നില്ല. ആരാ പറയുന്നത്? സാക്ഷാൽ കാന്തപുരം മുസ്ലിയാര്. ഇതിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കാരണം നാദാപുരത്ത് വെച്ച് ഒരുപാട് കാലം ഖണ്ഡനം നടന്ന കാലത്ത് നമ്മൾ ഇക്കാര്യം മറുപക്ഷത്തുള്ള ആളുകളോട് പറയുമ്പോഴെല്ലാം അവര് പറഞ്ഞിരുന്നത്, അറേബ്യൻ മുശ്രിക്കുകൾ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, മറിച്ച് അവര് വേറെ ഏതോ ഒരു വസ്തുവിന് അള്ളാഹ് പേരിട്ടതാണ്. അത് സാധാരണ നമ്മൾ പറയുന്ന അള്ളയൊന്നുമല്ല, വേറെ ഏതോ ചില ശക്തികൾക്ക് അവര് അള്ളാഹ് പേരിട്ടതാണ് എന്നായിരുന്നു അന്ന് അവിടെ സംസാരിച്ചിരുന്ന പേരോട് മുസ്ലിയാർ പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞിരുന്ന അതേ കാര്യം ഇന്നിപ്പോ വളരെ വൈകിയാണെങ്കിലും അസുഖങ്ങൾക്കൊക്കെ ശേഷം ഈ അടുത്ത കാലത്ത് കാന്തപുരം മുസ്ലിയാർ സമ്മതിക്കുകയാണെന്ന്, അള്ളാഹുവിനെ അവരും തള്ളിയിട്ടില്ല. അപ്പൊ അതേതാ അള്ളാഹ്? അവരുടെ തട്ടിക്കൂട്ട് അള്ളയല്ല, വിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മൾ പരിചയപ്പെടുത്തുന്ന അതേ അള്ളാഹ് തന്നെ അവർക്ക് അറിയാം. പിന്നെ അവര് മുശ്രിക്കായത് എന്തുകൊണ്ടാണ് ശേഷം മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവരെന്തുകൊണ്ട് മുസ്ലിക്കായി? അത് ഖുർആൻ തന്നെ മറ്റു സ്ഥലത്ത് പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അള്ളാഹ് പറയാനല്ലാതെ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അവർ അറിഞ്ഞില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് അവർ മുശ്രിക്കീങ്ങളിൽ പെട്ടുപോയത് എന്ന് ഖുർആൻ തന്നെ പ്രത്യേകമായി നമ്മളെ ഓർമ്മയുണ്ട്. എന്താണ് കാരണമായി പറയുന്നത്? അവർക്ക് പിന്നെ ശിർക്ക് വരാൻ കാരണം അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട നിലക്ക് അറിഞ്ഞില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് അവർ മനസ്സിലാക്കിയില്ല. അപ്പൊ സഹോദരങ്ങളെ, കാര്യം വളരെ വ്യക്തമാണ്. ഇതല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ? ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളും ഈ ഒരവസ്ഥയിൽ തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇത് നിങ്ങൾ ശരിക്ക് വിഷയം ഗ്രഹിക്കണം. അപ്പോ ഈ ഒരവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ ഇനി വഴി എന്തേയുള്ളൂ? അള്ളാഹനെ ശരിക്ക് അറിയാത്തത് കൊണ്ടാണ് ശിർക്ക് സംഭവിക്കുന്നതെങ്കിൽ ഇനി അതിനുള്ള ചികിത്സ എന്താണ്? അള്ളാഹനെ ശരിക്ക് അറിയുക തന്നെ. അള്ളാഹുവിനെ ശരിക്ക് അറിയുവാനുള്ള മാർഗം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ഉത്തമമായ നാമങ്ങളിലൂടെ അവനെ പഠിക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ലോകത്ത് എല്ലാം കാണാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ, എല്ലാം കേൾക്കാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമേയുള്ളൂ, എല്ലാം അറിയാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമേയുള്ളൂ. അത് വേറെ ആരിലെങ്കിലും ഞങ്ങൾ സങ്കല്പിച്ചാൽ അത് അവരിൽ അള്ളാഹുവിൽ അവരെ നമ്മൾ പങ്കുചേർക്കലായി. അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, എവിടുന്ന് വിളിച്ചാലും അള്ളാഹ് നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സ് പോലും കാണുന്നുണ്ട്. ഇതേ വിശ്വാസമാണ് മറ്റുള്ളവരോട് വിളിച്ചു തേടുമ്പോഴും മടവൂർ ശൈഖേ രക്ഷിക്കണേ, മുനമ്പത്ത് ബീവി കാക്കണേ. ഇനി അതല്ലെങ്കിൽ ആരെയൊക്കെയാണോ വിളിക്കുന്നത് അവരെ ഒക്കെ വിളിക്കുമ്പോ വിളിക്കുന്നവന്റെ വിശ്വാസം എന്താണ്? എൻ്റെ വിളി ഞാൻ എവിടെ വെച്ച് വിളിച്ചാലും അവർ എന്നെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എൻ്റെ ഹൃദയം പോലും അവർ കുപ്പിയകത്തുള്ള വസ്തുവിലുള്ള ഒരു വസ്തുവിനെ കാണുന്നത് പോലെ എൻ്റെ ഹൃദയം അവരെ കാണുന്നുണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടെയാണ് അവര്. മാത്രമല്ല ലോകം മുഴുവൻ അവര് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ പോലും പറയാത്ത വാദം എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ അർശ് മുതൽ 7 ഭൂമിയുടെയും അടിത്തട്ടിലുള്ള ഫർശ് വരെ, അർശ് മുതൽ ഫർശ് വരെ ഔലിയാക്കളാണത്രേ നിയന്ത്രിക്കുന്നത്. എല്ലാം അവര് നിയന്ത്രിക്കുന്നു. ഇവിടെയുള്ള എല്ലാത്തിനെയും അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. അവർക്ക് ഉറക്കമില്ല, അവർക്കും മയക്കമില്ല. കാരണം അവരൊന്ന് മയങ്ങിയാൽ, അവരൊന്ന് ഉറങ്ങിയാൽ ഇവിടെയുള്ള ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ തകർന്ന് തരിപ്പണമാകും, സൂര്യചന്ദ്രന്മാര് തകർന്നു വീഴും, ലോകം മൊത്തം അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് അവർക്ക് അള്ളാനെ പോലെ ഉറക്കമില്ല, അവർക്കും മയക്കമില്ല. അവര് സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും നമ്മുടെ സംസാരങ്ങൾ കേൾക്കുകയാണ്, എപ്പോഴും നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തവര് ഹാജരാവുകയാണ്. ഈ വിധത്തിലുള്ള പ്രത്യേകതകളൊക്കെ നമ്മുടെ റബ്ബിന്റെ മാത്രം പ്രത്യേകതകളാണ്. അത് ഈ മറ്റുള്ള ആളുകളിൽ ഇവർ സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. അക്കാര്യങ്ങളിലൊക്കെ അവർ റബ്ബിലതാ അവർ ശിർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് അരുത് ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കല്ലേ.